കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളതായിട്ട് പേരൻറ്റിന് തോന്നുന്നുണ്ടെങ്കിൽ കുട്ടി വന്ന് നമ്മളോട് പറയുകയാണെങ്കിൽ എനിക്ക് ഒരാളെ ഒന്ന് കാണണം, അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് തോന്നും, അതൊരു ഡിഫറെൻറ്റ് കേസാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കുട്ടി അങ്ങനെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കതിന് പറ്റുന്ന ഒരാളുടെ അടുത്ത് കുട്ടിയെ കൊണ്ടുപോവുക, അതൊക്കെ ഏറ്റവും നല്ല കാര്യമാണ്. പക്ഷേ പല കേസുകളിലും പേരൻ്റാണ് അസ്വസ്ഥമാകുന്നത്, പേരൻറ്റിനാണ് ഇതൊക്കെ കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്തത്, പേരൻ്റാണ് വയലൻ്റ് ആവുന്നത്, കുട്ടിക്ക് ഇതൊന്നും ബാധിച്ചതായിട്ട് തോന്നുന്നുമില്ല. അങ്ങനെയുള്ള സമയത്ത് തീർച്ചയായിട്ടും പേരൻ്റാണ് പോയി ഒരു നല്ല ഗൈഡൻസ് എടുക്കേണ്ടത്. ഒരു കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് പോവുകയും ആവശ്യമുള്ള ഗൈഡൻസ് എടുക്കുകയും പേരൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ബെനിഫിറ്റ് കുട്ടിക്കും കിട്ടും. ഇല്ലെങ്കിൽ പേരൻറ്റ് പോയാലുള്ള ഗുണം എന്താണ്? ഈ വിഷയം പേരൻറ്റുമായിട്ട് ചർച്ച ചെയ്ത് ആ വിഷയത്തിൻ്റെ ആഴത്തിലേക്ക് ഒരു എക്സ്പേർട്ട് ഇറങ്ങി ചെല്ലുകയും അതിലെന്തെല്ലാം കാര്യങ്ങൾ ഇൻവോൾവ് ആണ്, എന്താണ് അതിൻ്റെ റൂട്ട് കോസ്, ഇതിൽ കുട്ടിയെ ഏതെല്ലാം തരത്തിൽ നമുക്ക് റീഫോം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ചില കേസുകളിൽ നമുക്ക് കുട്ടിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതെങ്ങനെ പേരൻറ്റിൽ അത് അക്സെപ്റ്റ് ചെയ്യാം, പേരൻറ്റിനെ എങ്ങനെ അതുമായിട്ട് സർവൈവ് ചെയ്യാം എന്നൊക്കെ ഉള്ളത് ഇതിലൂടെ പഠിക്കാൻ സാധിക്കും. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. സാധാരണയായി വീഡിയോ ഒക്കെ കണ്ടു കഴിയുമ്പോൾ പല പേരൻസും വിളിച്ചിട്ട് അവരുടെ കുട്ടികളുടെ ഓരോ വിഷയങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. പ്രധാനമായിട്ട് ഞാൻ അവരോടെല്ലാം പറയുന്നൊരു കാര്യം, കുട്ടിയുടെ പ്രശ്നം എന്താണ് എന്ന് ഒരു പേരൻറ്റ് കാണുന്നതും ഒരു യഥാർത്ഥ പ്രശ്നവും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരിക്കാം. കാരണം ചില പേരൻറ്റ് പറയും, ഇപ്പം ഞാൻ 1-2 എക്സാമ്പിൾ പറയാം. പരീക്ഷയുടെ ഇടയ്ക്ക് എല്ലാം ഇരുന്നിട്ട് വീഡിയോ ഗെയിം കളിക്കുകയാണ്, ഒരു ഉത്തരവാദിത്വം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചില പേരൻസ് വിളിക്കുക. അതിനെ ഒന്ന് മാറ്റാൻ എന്ത് ചെയ്യാൻ പറ്റുമോ, അതിനെന്താണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് എന്താണ് അതിൻ്റെ യഥാർത്ഥ പ്രശ്നമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പേരൻസുമായിട്ട് കുറച്ച് നേരം സംസാരിച്ച് അതിൻ്റെ റൂട്ട് കോസസ് മനസ്സിലാക്കിയാലേ അതിൽ നിന്ന് ആ കുട്ടിയെ ഒരു റെസ്പോൺസിബിളാക്കി മാറ്റാൻ നമുക്ക് എന്ത് ചെയ്യാമെന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ചില പേരൻറ്റ് വിളിച്ചിട്ട് പറയുന്നത് കണക്കിന് മാത്രം അവനൊരു കഴിവില്ല, ബാക്കി കാര്യങ്ങൾക്കെല്ലാം അവൻ ഓക്കെയാണ്. ചിലർ പറയുന്നത് പഠിക്കാൻ മാത്രം അവന് താല്പര്യമില്ല, ബാക്കി എല്ലാ കാര്യങ്ങൾക്കും അവൻ ഓക്കെയാണ്. ചില പേരൻറ്റ് പറയുന്നത് കുട്ടി എപ്പോഴും ഫോണിലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ പലരും പേരൻസ് പറയുമ്പോൾ അവർക്കെല്ലാം വേണ്ടത് ഒരു സെൻറ്റൻസിലുള്ള ഒരു ആൻസറാണ്, അല്ലെങ്കിൽ ഒരൊറ്റ സ്ട്രോക്കിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. ഞാൻ പേരൻസിനോടെല്ലാം പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മളൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു നല്ല എൻറ്റിറ്റി ആയിട്ട് നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളിലെ ഇപ്പോഴത്തെ ഇഷ്യൂസിൽ നമുക്ക് എങ്ങനെ അവരെ ബെറ്ററായിട്ട് റീഫോം ചെയ്യാം, അത് ഒരു സസ്റ്റൈനബിൾ മോഡലായിട്ട് എങ്ങനെ അതിലൊരു മാറ്റം കൊണ്ടുവരാം. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു പേരൻസ് നല്ലൊരു കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് പോയി അവരുമായിട്ട് കുറച്ച് നേരം സംസാരിക്കുമ്പോഴാണ് അതിനുള്ള പരിഹാരമൊക്കെ ഉണ്ടായി വരുന്നത്. പേരൻസുമായിട്ട് ഒരു തെറാപ്പിസ്റ്റോ കൗൺസിലറോ ഡോക്ടറോ ഒക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് ഈ പ്രശ്നത്തിൻ്റെ പല വശങ്ങൾ മനസ്സിലാക്കുകയും എവിടെയൊക്കെ പ്ലഗ് ചെയ്താൽ ഈ പ്രശ്നത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താമെന്ന് മനസ്സിലാക്കുകയും തരാനും പറ്റും. അതുപോലെ തന്നെ പല പേരൻസും വിളിച്ചിട്ട് ചോദിക്കുന്നത് കുട്ടിക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കാമോ. ഞാൻ തിരിച്ച് ചോദിക്കാറുണ്ട്, കുട്ടി ഒരു കൗൺസിലിംഗ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ, കുട്ടി എന്തെങ്കിലും തരത്തിലുള്ളൊരു പ്രശ്നം പറഞ്ഞിട്ടുണ്ടോ. പലപ്പോഴും കുട്ടികൾ ഇതൊന്നും പറയുന്നില്ല. പേരൻറ്റിന് എങ്ങനെയെങ്കിലും കുട്ടിയിലൊരു റിപ്പയറിങ് നടത്തി എല്ലാ കാര്യങ്ങളും ശരിയാക്കണം. ഒരു പക്ഷേ അതിൻ്റെ പ്രോബ്ലം കുട്ടിയിലായിരിക്കില്ല, കുട്ടിയിലിപ്പോൾ തൽക്കാലം പ്രോബ്ലം ഇല്ല, കുട്ടിയെ സംബന്ധിച്ച് അവന് ഇതെല്ലാം നോർമലായിട്ട് പോകുന്നു, അവൻ ഹാപ്പി ആയിട്ട് പോകുന്നു. പേരൻ്റ് ഇത് കണ്ടിട്ട് അൺഹാപ്പി ആകുന്നു. കാരണം പേരൻറ്റിൻ്റെ എക്സ്പെക്റ്റേഷനിലേക്കും പേരൻ്റ് ആഗ്രഹിച്ച ഔട്ട്പുട്ടിലേക്കും കാര്യങ്ങൾ വരുന്നില്ല. അവിടെയാണ് നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം. പേരൻറ്റിനാണ് അവിടെ അസ്വസ്ഥതകളുള്ളത്, പേരൻറ്റിലാണ് സന്തോഷമില്ലാത്തത്. അപ്പോൾ കൗൺസിലിംഗ് എടുക്കേണ്ടത്, ഗൈഡൻസ് എടുക്കേണ്ടത് പേരൻ്റാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാതെ കുട്ടിയിൽ അഗ്രസ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കൊരിക്കലും കുട്ടിയെ റീഫോം ചെയ്യാനായിട്ട് പറ്റില്ല. പരാതികൾ നമുക്കുണ്ടെങ്കിൽ നമ്മളാണ് ആ പരാതിക്ക് പരിഹാരം കണ്ടെത്തേണ്ടത്. അല്ലാതെ കുട്ടിയെ പിടിച്ചുകൊണ്ട് പോയി എവിടെയെങ്കിലും കുറേ കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഇടത്ത് കൊണ്ടുപോകുക ഒരു കാര്യമില്ല. അങ്ങനെയുള്ള കൗൺസിലിംഗ് കൊടുക്കുന്നത് തന്നെ തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ആർക്കാണോ പ്രശ്നമുള്ളത് അവരാദ്യം അറ്റൻഡ് ചെയ്യട്ടെ, അവരുടെ കൺസേൺ ഷെയർ ചെയ്യട്ടെ. കാരണം ഇപ്പോൾ ഒരു പേരൻ്റ് കണക്കിന് കുട്ടിക്ക് മിടുക്കില്ല എന്ന് പറയുന്ന ഒരു പേരൻറ്റിൻ്റെ ആ സെൻറ്റൻസ് തന്നെ ചിലപ്പോൾ വളരെ തെറ്റായിരിക്കും, ആ എക്സ്പെക്റ്റേഷൻ തന്നെ വളരെ തെറ്റായിരിക്കും. കാരണം കുട്ടിയിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ലേണിംഗ് ഡിസബിലിറ്റിയോ അല്ലെങ്കിൽ ഒരു സ്ലോ ലേണറായിരിക്കും കുട്ടി. ആ കുട്ടിയെ സംബന്ധിച്ച് കണക്ക് ആ കുട്ടിക്ക് സ്വാഭാവികമായിട്ടും
പാടുള്ള ഒരു വിഷയമായിരിക്കും. ചില കുട്ടികൾ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, അവർക്ക് അടങ്ങിയിരുന്ന് പഠിക്കാൻ പറ്റത്തില്ല, അവരടങ്ങിയിരിക്കത്തില്ല, അവരെപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും, പഠിക്കാൻ മാത്രം അവർ ഇരിക്കത്തില്ല. എന്താ പ്രശ്നം? ചെറിയ പ്രായത്തിൽ കുട്ടി ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ADHD ഉണ്ടായിരുന്ന കുട്ടിയാണ്. അവനെ ആ സമയത്ത് നമ്മളൊന്നും റിപ്പയർ ചെയ്തില്ല, അല്ലെങ്കിൽ റീഫോം ചെയ്തില്ല. എന്ത് സംഭവിക്കുന്നു? ടീനേജിലേക്ക് വരുമ്പോൾ ഇതെല്ലാം കൂടെ ആ സമയത്ത് ആളിക്കത്തും. അപ്പോൾ കുട്ടിയിലുള്ള ആ അവസ്ഥയെ അക്സെപ്റ്റ് ചെയ്യുകയാണ് ആദ്യം വേണ്ടത്. അവിടെ പരാതി പേരൻറ്റിനുണ്ടെങ്കിൽ അത് പേരൻറ്റിൻ്റെ തന്നെ കുറവാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പണ്ടൊക്കെ ചെടികൾ വയ്ക്കുന്നത് മണ്ണിലാണ്. മണ്ണിൽ ചെടി വെച്ചാലുള്ളൊരു ഗുണം എന്നാന്ന് ചോദിച്ചാൽ, ഒരു ചെടിക്ക് അത്യാവശ്യം വെള്ളം ഒഴിച്ചില്ലെങ്കിലോ വെയിൽ കിട്ടിയില്ലെങ്കിലോ ഒരു പ്രകൃതിയിൽ നിൽക്കുന്നൊരു ചെടിക്ക് ആ പ്രകൃതിയിൽ നിന്ന് റിസോഴ്സസ് കണ്ടെത്താനുള്ളൊരു കരുത്ത് കൂടുതലായിരിക്കും, അതിനുള്ള ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. അപ്പോൾ നമ്മൾ കെയർ ചെയ്തില്ലെങ്കിലും, നമ്മൾ ശരിയല്ലെങ്കിലും, നമ്മളുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായാലും അവിടെ കറക്ഷൻസ് ലഭിച്ചിരുന്നു. ഇതാണ് പണ്ട് കാലത്തെ കുട്ടികൾക്കുണ്ടായിരുന്നൊരു ഗുണം. ഇപ്പോൾ അമ്മയ്ക്കോ അപ്പനോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അമ്മാവനോ വലിയച്ഛനോ ചിറ്റമ്മയോ കൊച്ചമ്മയോ ആരെങ്കിലും ഒക്കെ അതിനകത്ത് ഇടപെടും, ഇല്ലേ ഗ്രാൻഡ് പേരൻസ് ഇടപെടും. ഇപ്പോഴത്തേതെല്ലാം ചട്ടിയിൽ വളരുന്ന കുട്ടികളാണ്. നമ്മളൊരു ന്യൂക്ലിയർ ഫാമിലിക്കകത്ത് അപ്പനും അമ്മയും മാത്രമായിട്ട് ഒരു കുട്ടിയെ വളർത്തും. ഇത് ചട്ടി വളരുന്നത് പോലെയാണ്. നമ്മൾ ശരിക്കും കെയർ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചാൽ, ഇനി കൂടുതൽ മാന്യൂർ ഇട്ടാൽ, കൂടുതൽ വെള്ളം ഒഴിച്ചാലും കെട്ടുപോകും, അത് അഴുകിപ്പോവും. അപ്പോൾ ചട്ടിയിൽ വളരുന്ന ഒരു ചെടിയെ സംബന്ധിച്ച് കറക്റ്റല്ല അതിനുള്ള ട്രീറ്റ്മെൻ്റ് എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു എൻവയോൺമെൻറ്റ് കറക്റ്റ് അല്ലെങ്കിൽ ആ ചെടിയിൽ വരുന്ന ഫലങ്ങളുണ്ടാവില്ല. ഫലങ്ങളുണ്ടായാൽ തന്നെ അതിനകത്തെല്ലാം കുഴപ്പങ്ങൾ വരും. അപ്പോൾ അവിടെ ട്രീറ്റ്മെൻറ്റ് എവിടെയാണ് വേണ്ടത്? അവിടെ ആ ചട്ടിക്കകത്തുള്ള മണ്ണിലും ആ ചെടിയിലുമാണ് ട്രീറ്റ്മെൻറ്റ് വേണ്ടത്, അല്ലാതെ പൂവിലല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം കുട്ടിയിൽ കണ്ടു കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും ലാഭകരമായ ഒരു കാര്യം, ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പേരൻറ്റ് പോയി ഒരു നല്ല ഗൈഡൻസ് എടുക്കുക. പക്ഷേ അതിനുള്ള ഒരു മാനസികാവസ്ഥ പേരൻറ്റിനുണ്ടോ? പേരൻ്റ് ഒരു ട്രെയിനബിളാണോ? പേരൻ്റ് ഒരു കോച്ചബിളാണോ? പേരൻ്റ് ഒരു ലേണിംഗ് ഒരു ആറ്റിറ്റ്യൂഡുള്ള ആളാണ്? പല പേരൻസും അല്ല, അവർ ഈഗോ സെൻട്രിക് ആയിട്ട് അവരെല്ലാം കറക്റ്റാണ്, അവർ സൂപ്പർലേറ്റീവാണ്. ചിലരൊക്കെ എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇയാളുടെ മക്കൾ എങ്ങനെയാണെന്ന് നോക്കണം, ഇയാളുടെ കുടുംബം എങ്ങനെയാണെന്ന് നോക്കണം എന്നൊക്കെ പരാമർശിക്കുന്നവരുണ്ട്. അതൊക്കെ തന്നെ ഒരു രോഗാതുരമായ അവസ്ഥയില്ലേ? ഞാൻ പറയുന്ന കാര്യങ്ങൾ ഈ ലോകത്ത് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ. ഞാൻ മനസ്സിലാക്കുന്നതും ഞാൻ പഠിച്ചതും എനിക്ക് അറിഞ്ഞതുമായ കാര്യങ്ങൾ സമൂഹത്തിന് പങ്കുവയ്ക്കുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അത് പ്രയോജനം ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും അതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അവരിലെ ഒരു ലേണിംഗ് ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ അവരാരെയും കേൾക്കുന്നവരല്ല, അവർക്കിതൊന്നും ആരും പറഞ്ഞു കൊടുക്കുന്ന ഇഷ്ടമല്ല, അവരതങ്ങ് ഓഫ് ചെയ്താൽ പോരെ. അതിനെ അവിടെ താഴെ ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇടേണ്ട കാര്യമില്ല. നേരെ മറിച്ച് ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ തെറ്റുണ്ട്, അല്ലെങ്കിൽ അതിനോട് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നില്ല, അതിൽ നിങ്ങൾക്കൊരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട്, തീർച്ചയായിട്ടും അതെല്ലാം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതണം. അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ എനിക്കും പല കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, എനിക്കും ചിന്തിക്കാൻ പറ്റും, എനിക്ക് റിഫോം ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും അതെനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യും. അപ്പം നല്ല ആരോഗ്യപരമായ ഒരു ലേണിംഗ് ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് എന്ത് ചെയ്യാം? നമുക്കൊരാളുടെ അടുത്ത് പോവാം. അങ്ങനെയൊക്കെയുള്ള വളരെ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. കേരളം ഈ കാര്യത്തിലൊക്കെ വളരെ വളർന്ന ഒരു സമൂഹമാണ്. ഇവിടെ ആവശ്യത്തിന് നല്ല സൈക്യാട്രിസ്റ്റുകൾ, സൈക്കോളജിസ്റ്റുകൾ, തെറാപ്പിസ്റ്റുകൾ, നല്ല കൗൺസിലേഴ്സ്, മികച്ച അധ്യാപകർ, പിന്നെ നമ്മുടെയൊക്കെ ഫാമിലിയിൽ തന്നെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ആത്മീയ രംഗത്തൊക്കെ തന്നെ അങ്ങനെയുള്ള നല്ല എക്സ്പേർട്ടുകളുണ്ട്. ഇവരുടെയൊക്കെ ഒരു ഗൈഡൻസ് നമ്മൾ എടുക്കുമ്പോൾ അവർ വർഷങ്ങളുടെ എക്സ്പീരിയൻസാണ് ഒരു ക്യാപ്സ്യൂൾ ഫോമിൽ നമുക്ക് തരുന്നത്. അതിനെ നോളജ് എന്നല്ല, അതിനെ വിസ്ഡം എന്നാണ് വിളിക്കുന്നത്. ആ വിസ്ഡമാണ് നമ്മൾ ഒരു പാരൻറ്റിങ് വിസ്ഡം നമുക്ക് കിട്ടുകയാണ്. അയ്യോ, ഇങ്ങനൊരു കാര്യം ചെയ്താൽ മതിയായിരുന്നു, അത് വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടുകയാണ്. ഇതാണ് അതിൻ്റെ ഒരു ഗുണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതാണ് ഏറ്റവും ലാഭകരമായ കാര്യം. നമ്മളിത് വെച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതിനേക്കാൾ നല്ലതാണ്. അപ്പം അതുപോലെ തന്നെ പേരൻസിൽ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളോ വൈകാരിക പ്രശ്നങ്ങളോ സ്വഭാവ പ്രശ്നങ്ങളോ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കുട്ടികളെ ബാധിക്കും. ഇപ്പം മദ്യപാനം ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഈ മദ്യപാനത്തിനൊരു കോ ഡിപ്പെൻഡൻസി ഉണ്ട്. മദ്യപാനികളായ ഒരു പേരൻ്റ് വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീട്ടിൽ വളരുന്ന കുട്ടികൾക്ക് മാനസിക പ്രശ്നങ്ങളും വൈകാരിക പ്രശ്നങ്ങളും പേഴ്സണാലിറ്റി ഇഷ്യൂസും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അവിടെ പൊട്ടൻഷ്യൽ സിറ്റുവേഷൻ വളരെ കൂടുതലാണ്. ഇപ്പോൾ ഒരു പേരൻ്റ് കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ ഒന്ന് മാറാൻ തീരുമാനിച്ചാൽ വലിയൊരു അനുഗ്രഹമായിരിക്കും ആ കുടുംബത്തിന് മുഴുവൻ കിട്ടുന്നത്. ഇനി അല്ലെങ്കിൽ തന്നെ ഒരു പേരൻ്റ് അങ്ങനെയാണെങ്കിൽ ആ രണ്ടാമത്തെ പേരൻ്റ് തീർച്ചയായിട്ടും അതിനും കൂടി എഫേർട്ട് എടുത്ത് ആ കുട്ടികൾക്ക് ആ പരിക്കുകളൊന്നും സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ പേരൻറ്റിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ചില പേരൻസിൻ്റെ വലിയ ഈഗോ ഇതിന് വലിയൊരു തടസ്സമാണ്. ഇപ്പോൾ ഒരു
കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്. ചിലപ്പോൾ ടീച്ചേഴ്സ് നമ്മളോട് പറയാറുണ്ട് ഈ കുട്ടിയുടെ കാര്യത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊന്ന് റെക്ടിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്, അതിന് ഡോക്ടേഴ്സിനെ കാണിക്കേണ്ടതായിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ആ ടീച്ചേഴ്സിനെ മോശമായിട്ട് ചിത്രീകരിക്കുകയും ടീച്ചേഴ്സിനോട് വളരെ മോശമായിട്ട് ഇടപെടുകയൊക്കെ ചെയ്യാറുണ്ട്. കാരണം നമ്മളുടെ ഒരു ഈഗോയാണ് പലപ്പോഴും അതിനൊരു പ്രശ്നം. നമ്മുടെ കുട്ടിക്ക് ഒരു പ്രശ്നവും വരില്ല, അങ്ങനെയൊന്നുമല്ല. ഈ കാലഘട്ടത്തിൽ ഒരു പനി പോലെ മാത്രമാണ് ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ. കുട്ടികൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു ലേണിംഗ് ഡിസബിലിറ്റി ആവാം, ചിലപ്പോൾ ഒരു ഹൈപ്പർ ആക്റ്റീവുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാകാം, ചിലപ്പോൾ ഇമോഷണൽ ആയിട്ടുള്ളതാകാം, ചിലപ്പോൾ ബിഹേവിയറിലാകാം, ചിലപ്പോൾ സൈക്കോളജിക്കലാകാം. നമുക്കറിയില്ല, ആർക്കും അറിയാൻ പറ്റത്തില്ല. ഡോക്ടേഴ്സിന് പോലും പലപ്പോഴും അറിയാം. കാരണം എനിക്ക് അങ്ങനെ ഡോക്ടേഴ്സായിട്ടുള്ള ഒരുപാട് പേരൻസുമായിട്ട് ഞാൻ ഇടപെടാറുണ്ട്. അവർക്ക് പോലും ചിലപ്പോൾ മനസ്സിലാകുന്ന മൂന്നാമതൊരാൾ ആ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴായിരിക്കും. കാരണം നമ്മുടെ കുട്ടികൾ നമുക്ക് വളരെ ഇമോഷണലി ക്ലോസ് ആയതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ ഒരുപക്ഷെ നമുക്ക് മനസ്സിലായെന്ന് വരില്ല. അത് റാഷണലായിട്ട് ഒരാൾ വിലയിരുത്തുകയും അനലൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് മനസ്സിലാകുക. അതുകൊണ്ട് ടീച്ചേഴ്സ് ആരെങ്കിലും ഒരു സൂചന തന്നാൽ താങ്ക് യു പറയുക. കാരണം എന്നിട്ട് നമ്മളതിന് എന്താണ് അതിനെടുക്കാൻ പറ്റുന്ന സ്റ്റെപ്പ് വളരെ ലോജിക്കലായിട്ട് വളരെ ഇൻ്റലിജൻ്റായിട്ട് അത്തരം സ്റ്റെപ്പുകൾ എടുക്കുക. അതുകൊണ്ട് എല്ലാ പേരൻസിനോടും പറയാനുള്ളത്, നമുക്ക് ഒരു ഫോൺ വിളിച്ചോ അല്ലെങ്കിൽ ഒരു മെസ്സേജിലൂടെയോ ഒക്കെ നമ്മുടെ കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊന്നും സാധിക്കില്ല. ചില പേരൻസൊക്കെ വീഡിയോ കണ്ടിട്ട് പറയുന്നതാണ്, സാറേ ഈ വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്യാമോ? സത്യത്തിൽ അത് വളരെ അർത്ഥശൂന്യമായൊരു കാര്യമാണ്. നമുക്ക് എല്ലാ വിഷയത്തിലും വീഡിയോകൾ ഇഷ്ടംപോലെ ഈ സമൂഹത്തിൽ കിടപ്പുണ്ട്. അതല്ലല്ലോ നമ്മുടെ പ്രശ്നം. നമ്മുടെ കുട്ടിയുടെ പ്രശ്നം വേറൊരാൾക്ക് വീഡിയോയിലൂടെ പറയാൻ പറ്റുമോ? നമ്മുടെ കുട്ടിയുടെ പ്രശ്നം എന്ന് പറയുന്നത് പേരൻസിനെ അനലൈസ് ചെയ്ത് പേരൻസുമായിട്ട് ഡിസ്കസ് ചെയ്ത് ആ കുട്ടിയെ പറ്റിയുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻസും കളക്ട് ചെയ്ത് വേണ്ടി വന്നാൽ കുട്ടിയെയും ഒരു ഇൻ്റർവ്യൂ എടുത്ത് കുട്ടിയുമായിട്ടും ചർച്ചകൾ നടത്തി ഒക്കെയാണ് ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അത് നമ്മുടെ കുട്ടിയുടെ മാത്രം പ്രശ്നമാണ്. അപ്പോൾ അത് വേറൊരു ആൾ വീഡിയോ ഇട്ടത് കൊണ്ടൊന്നും നമ്മുടെ കുട്ടിയുടെ പ്രശ്നങ്ങൾ, പിന്നെ ജനറലായിട്ടുള്ള കാര്യങ്ങൾ സാധാരണ ഗതിയിൽ ഒരു 75% കാര്യങ്ങളും ജനറലായിട്ടുള്ള അറിവ് കൊണ്ട് നമുക്ക് പരിഹരിക്കാവുന്നതാണ്. എന്നാൽ അത് പരിഹരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ഭാവിയെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ല. ഇമ്മീഡിയറ്റായിട്ട് പേരൻസ് പോയി ഒരു ഗൈഡൻസ് എടുക്കുക എന്നുള്ളതാണ് അതിന് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു കാര്യം. അതിന് ഒക്കെ പറ്റുന്ന രീതിയിൽ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു സൊസൈറ്റിയാണ് ഇന്ന്. സയൻസൊക്കെ ഇന്ന് ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് സർവീസസ് ഇന്ന് ഡെവലപ്ഡ് ആയിട്ടുണ്ട്. പിന്നെ അതിനകത്ത് നല്ലതും ചീത്തയൊക്കെ കാണും, കോമ്പിറ്റൻസി ഉള്ളതും ഇല്ലാത്തതും ഒക്കെ കാണും. അതൊക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് 10 പേരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അറിയാൻ പറ്റും. ആരെ കാണണം. ഇപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ തന്നെ നിങ്ങളുടെ ഒരു സ്കൂളിലെ പ്രിൻസിപ്പലിനോട് ചോദിച്ചാൽ തന്നെ ഒരു പക്ഷേ അവർക്കൊക്കെ ഇങ്ങനെയുള്ള റിസോഴ്സ് പേഴ്സൺസിനെ, ഇങ്ങനെയുള്ള ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസിനെയൊക്കെ അറിയാൻ കഴിയും. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ച് ഒരാളെ കണ്ടുപിടിക്കുക. ഇല്ലെങ്കിൽ ചിലരൊക്കെ എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, സാറേ തൃശ്ശൂർ എവിടെയാണ് ഇതിനുള്ള സൗകര്യമുള്ളത്, കോഴിക്കോട്ട് എവിടെയാണ് സൗകര്യമുള്ളത്. ഞാൻ അങ്ങനെയൊക്കെ ധാരാളം ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ തരത്തിലൊക്കെ നമുക്ക് ഇതിന് പരിഹാരം ഉണ്ടാക്കാനായിട്ട് പറ്റും. എന്തായാലും ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കുട്ടിക്ക് മുൻപോട്ടുള്ള വളർച്ചയ്ക്ക് തടസ്സമായി വരുന്ന എന്തെങ്കിലും പ്രശ്നം ഇന്നുള്ളതായിട്ട് നമ്മൾ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് പരിഹരിക്കുക. ഇനി കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും തരത്തിൽ അസ്വസ്ഥതകളുണ്ട്, ദേഷ്യമുണ്ട്, അത് പേരൻറ്റിൻ്റെ ജോലിയാണ്. അത് പോയി ആ അസ്വസ്ഥതയും പ്രശ്നങ്ങളും മാറ്റുക എന്നുള്ളത്. അല്ലാതെ അത് കുട്ടിക്കല്ല ഡയറക്റ്റായിട്ട് അതിന് റിപ്പയറൊക്കെ വേണ്ടത്, അല്ലെ കൗൺസിലിംഗ് വേണ്ടത്. തീർച്ചയായിട്ടും അത് പേരൻറ്റ് പോയി പേരൻറ്റിൻ്റെ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുട്ടിക്കും അതിനകത്ത് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാകും. നമുക്കിപ്പോൾ അറിയില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പേരൻറ്റിങ് ഗൈഡൻസിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്ന് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. പേരൻറ്റിങ് ഗൈഡൻസ് ഈ കാലഘട്ടത്തിൽ വളരെ ആവശ്യമാണ്. പണ്ടത് ആവശ്യമില്ലായിരുന്നു. കാരണം നമുക്ക് ഒരു കുട്ടിക്ക് ചുറ്റും ഒരു സമൂഹത്തിലെ എല്ലാവർക്കും ആ കുട്ടിയിൽ ഇടപെടാനും പേരൻറ്റിൽ ഇടപെടാനും നമ്മളെയൊക്കെ കറക്റ്റ് ചെയ്യാനുള്ളൊരു സിസ്റ്റം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ചുറ്റുപാടും തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടും എല്ലാവരും ഐസൊലേറ്റഡ് ആയിട്ടൊരു മതിൽക്കെട്ടിനുള്ളിൽ ജീവിക്കുന്നതുകൊണ്ടും ഒരു ഫ്ലാറ്റിനുള്ളിൽ ജീവിക്കുന്നതുകൊണ്ടും പലപ്പോഴും ഒരു പ്രശ്നം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. അതിന് മൂന്നാമതൊരാളുടെ ഇൻ്റർവെൻഷൻ ചിലപ്പോൾ ആവശ്യം വന്നേക്കാം. അത് ആ ഒരു കാര്യം കൊണ്ട് നമ്മുടെ കുഞ്ഞിന് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് അതിൻ്റെ ഗുണം കിട്ടാതെ പോകാതിരിക്കട്ടെ. എല്ലാവർക്കും ഹാപ്പി ലിവിങ്. താങ്ക് യു സോ മച്ച്.